നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ യൂണിറ്റിൽ വരുന്ന പാഠഭാഗമാണ്. ആദ്യ യൂണിറ്റ് കനിവും കരുതലും. പാഠഭാഗം കുരുവിയും കാട്ടുതീയും. പ്രവേശകമായി കൊടുത്തിരിക്കുന്ന 2 ചിത്രങ്ങൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യത്തെ ചിത്രത്തിൽ നിറയെ പൂക്കളും ചെടികളും മരങ്ങളും കൂടാതെ നല്ല ആരോഗ്യമുള്ള കുട്ടികൾ സന്തോഷത്തോടെ കളിക്കുന്നു. പാറിപ്പറക്കുന്ന പക്ഷികൾ എല്ലാം നിറഞ്ഞ പ്രകൃതി രമണീയമായ ഒരു സുന്ദര ചിത്രം. നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് അല്ലേ? ഈ മനോഹര ചിത്രം മുരളി നാഗമ്പുഴയുടേതാണ്. ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമുള്ളതാണ് രണ്ടാമത്തെ ചിത്രം. അതിദയനീയമാണ് അതിൽ കാണുന്ന 2 മനുഷ്യക്കോലങ്ങൾ അല്ലേ? വിണ്ട് വരണ്ട് കീറിയ ഭൂമിയും കുടിവെള്ളം തേടി അലയുന്ന 2 അസ്ഥിപഞ്ജരം കണക്കിരിക്കുന്ന 2 മനുഷ്യർ വെള്ളവുമായി പോവുകയാണ്. വരും നാളുകളിൽ പ്രകൃതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ ഇടയുള്ള ഭീകരമായൊരു ദുരന്തമായിരിക്കും ജലക്ഷാമം. ഈ ചിത്രം സമ്മാനിച്ചത് സിബി ഷിബു. 2 ചിത്രങ്ങളും വളരെ അർത്ഥവത്തായ മൂല്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഭാവിയിലേക്ക് കരുതേണ്ടതും ഇപ്പോൾ ചെയ്യേണ്ടതും ആയ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. ഈ 2 ചിത്രങ്ങളും മനുഷ്യജീവിതത്തിൻ്റെ 2 വ്യത്യസ്ത വശങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യത്തെ ചിത്രത്തിൽ പ്രകൃതിയുടെ സൗന്ദര്യവും സമൃദ്ധിയും പാറിപ്പറക്കുന്ന പക്ഷികളും ജോലിയിൽ മുഴുകിയിരിക്കുന്ന അരോഗദൃഢഗാത്രരായ മനുഷ്യരും. ഇനിയൊരു യുദ്ധമുണ്ടായാൽ അത് ജലത്തിന് വേണ്ടി ആയിരിക്കും. എന്തിന്? ശുദ്ധജലക്ഷാമം ആയിരിക്കും നമ്മൾ നേരിടാൻ പോകുന്നത്. അങ്ങനെ ആ ജലക്ഷാമത്തെയും ദാരിദ്ര്യത്തെയും അതിജീവിക്കാൻ നാം പോരാടേണ്ടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് രണ്ടാമത്തെ ചിത്രം പങ്കുവയ്ക്കുന്നത്. പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും ചൂഷണം ചെയ്ത് നമ്മുടെ നിലനിൽപ്പ് നാം തന്നെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ പ്രകൃതിയുടെ നിലനിൽപ്പിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാശിക്ക് നൽകുന്നൊരു താക്കീതാണ് രണ്ടാമത്തെ ചിത്രം. അപ്പോൾ എന്ത് വേണം? ഭാവി തലമുറയുടെ വക്താക്കളായി നിങ്ങൾ ഓരോരുത്തരും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ തിരിച്ചറിവിൻ്റെ പാഠമാണ് ഈ ചിത്രങ്ങളിലൂടെ ഉൾക്കൊള്ളേണ്ടത്. പ്രകൃതിയുടെ വരദാനങ്ങളാണ് പ്രാണവായുവും ജീവജലവുമെല്ലാം. നമ്മൾ ആവശ്യത്തിലധികം ഉപയോഗിച്ച് ചൂഷണം ചെയ്യുകയാണ് എന്നല്ലാതെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അലംഭാവം കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട അതിൻ്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തുന്ന കഥയാണ് ആനന്ദിൻ്റെ കുരുവിയും കാട്ടുതീയും. കുരുവിയും മഴദേവനുമാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ. ഇവരുടെ വ്യത്യസ്ത മനോഭാവങ്ങളാണിവിടെ പ്രകടമാക്കുന്നത്. കുരുവി പരോപകാരത്തിൻ്റെ പ്രതീകമാണെങ്കിൽ മഴദേവൻ തിന്മയുടെ പ്രതീകമായി നിലകൊള്ളുന്നു. കുരുവിയും കാട്ടുതീയും എന്ന ഈ പാഠഭാഗം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ആനന്ദ്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് പി സച്ചിദാനന്ദൻ. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനാണ്, നോവലിസ്റ്റാണ്. നോവൽ, കഥ, നാടകം, ലേഖനം എന്നിവയിൽ നിരവധി സംഭാവനകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മരുഭൂമികൾ ഉണ്ടാകുന്നത്, ഗോവർദ്ധൻ്റെ യാത്രകൾ, ആൾക്കൂട്ടം, മരണ സർട്ടിഫിക്കറ്റ്, ഉത്തരായനം തുടങ്ങിയ പ്രശസ്ത നോവലുകളും കുരിശ്, ഇര, വീടും തടവും എന്നിവ കഥകളും ആണ്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ് എന്നിവയും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാഠഭാഗം ഒന്ന് കേട്ടാലോ? പാഠം കുരുവിയും കാട്ടുതീയും. കാട്ടിൽ തീ പടർന്നു. പക്ഷികളും മൃഗങ്ങളും ജീവന് വേണ്ടി പരക്കം പാഞ്ഞു. ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിച്ചു. ഈ സമയത്ത് ഒരു കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്നും കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുരുവി ഇത് പലതവണ ആവർത്തിച്ചു. ഇത് കണ്ട മഴദേവൻ കുരുവിയെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, "നീ എന്തും അടയത്തമാണ് ഈ കാണിക്കുന്നത്? ഇത്തിരി പോന്ന് നിനക്ക് ഈ കാട്ടുതീ കെടുത്താനാവുമോ?" കുരുവി പറഞ്ഞു, "ഈ കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവനെടുക്കുന്നത് കാണുന്നില്ലേ?
അങ്ങയ്ക്ക് ശക്തമായൊരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാം. ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു. ഇത്രയും പറഞ്ഞ് കുരുവി തൻ്റെ ജോലി തുടർന്നു, തീ തൻ്റെ ജീവനെടുക്കും വരെ. ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ ആശയം കേട്ടാലോ. കുരുവിയും കാട്ടുതീയും എന്ന നാടോടി കഥയ്ക്ക് ആനന്ദിൻ്റെ പുനരാഖ്യാനമായി നൽകിയ പാഠമാണിത്. പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നൊരു കഥ. ഒരു ചെറു ജീവിയായാലും അതൊരു വ്യക്തിയായാലും പ്രകൃതി സംരക്ഷണത്തിൽ തങ്ങളുടേതായ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന മഹത്തായൊരു സന്ദേശം പങ്കുവയ്ക്കുന്ന വളരെ ശ്രേഷ്ഠമായൊരു കഥ. നമ്മൾ പറയാറില്ലേ, അണ്ണാറക്കണ്ണനും തന്നാലായത്. അതുപോലെ കൊച്ചു കുരുവിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാഴ്ചയാണ്. കാട്ടുതീ പിടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ജീവികളെല്ലാം നെട്ടോട്ടം പായുമ്പോൾ ഒരു കൊച്ചു കുരുവി തൻ്റെ ചുണ്ടിൽ വെള്ളം നിറച്ച് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. അത് കണ്ടിട്ട് മഴദേവൻ അവളെ പരിഹസിച്ചപ്പോൾ കുരുവി എന്താ പറഞ്ഞത്? ഈ കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും ജീവികളുടെയും മൃഗങ്ങളുടെയും ജീവൻ എടുക്കുന്നത് കാണുന്നില്ലേ? അങ്ങേക്ക് ശക്തമായൊരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണച്ചുകൂടെ? ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു. കുരുവി എന്താണ് ചെയ്തത്? സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ അവസാന നിമിഷം വരെ, ജീവൻ പോകുന്ന അവസാന നിമിഷം വരെ താൻ ചെയ്ത പ്രവൃത്തി അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. ആ കൊച്ചു കുരുവിയുടെ നിരന്തരമായ പരിശ്രമം, പ്രതീക്ഷയോടെ ചെയ്യുന്ന ആ പരിശ്രമം നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ് അല്ലേ? ഇവിടെ കുരുവിയുടെ ധീരത നമ്മൾ മാനിക്കണം. മാത്രമല്ല, ചുറ്റുപാടിനെ അല്ലെങ്കിൽ സഹജീവികളെ ഒക്കെ രക്ഷിക്കാൻ വേണ്ടി ആ കൊച്ചു കുരുവിയുടെ പരിശ്രമം നമ്മൾ ഓർക്കേണ്ടതും പാലിക്കേണ്ടതുമാണ്. അടുത്തത് ഒരു അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനുള്ളതാണ്. കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവനെടുക്കുന്നത് കാണുന്നില്ലേ എന്ന് കുരുവി മഴദേവനോട് ചോദിക്കുന്നു. എന്നാൽ മഴദേവൻ എന്താണ് ചെയ്തത്? രണ്ടുപേരുടെയും മനോഭാവങ്ങളിൽ എന്ത് വ്യത്യാസമാണുള്ളത്? നിങ്ങൾ ആരുടെ ഭാഗത്ത് നിൽക്കുന്നു? നിങ്ങളുടെ അഭിപ്രായം എഴുതുക എന്നുള്ളതാണ്. ഉത്തരം കൊടുക്കുന്നുണ്ട്, ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക. അടുത്തത് ആശയവ്യത്യാസം രേഖപ്പെടുത്താനുള്ളൊരു ചോദ്യമാണ്. ഇത് പലതവണ ആവർത്തിച്ചു. ഇത് പലതവണ ആവർത്തിക്കും. ഇത് പലതവണ ആവർത്തിക്കുന്നു. അടിവരയിട്ട പദങ്ങളുടെ പ്രയോഗം വാക്യങ്ങളുടെ ആശയതലത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ത്? അതിൻ്റെ കാരണം ചർച്ച ചെയ്യുക. ഇത്തരം പദങ്ങൾ കൂടുതൽ കണ്ടെത്തി എഴുതുക. ഇതാണ് ചോദ്യം. 3 വാക്യങ്ങളിലും ക്രിയാപദത്തിൻ്റെ കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യത്തെ വാക്യത്തിൽ ഇത് പലതവണ ആവർത്തിച്ചു. ഇവിടെ ആവർത്തിച്ചു എന്നത് ഭൂതകാലത്തെ കുറിക്കുന്നു. എന്താണ് ഭൂതകാലം? കഴിഞ്ഞു പോയതിനെ കുറിക്കുന്നതിനെയാണ് ഭൂതകാലം എന്ന് പറയുന്നത്, പാസ്റ്റ് ടെൻസ്. രണ്ടാമത്തെ വാക്യം എന്താണ്? ഇത് പലതവണ ആവർത്തിക്കും. ഇവിടെ ആവർത്തിക്കും എന്നത് ഭാവി കാലത്തെ കുറിക്കുന്നു. ഒരു പ്രവൃത്തി സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്നതാണ് ഭാവി കാലം. അടുത്ത വാക്യം ഇത് പലതവണ ആവർത്തിക്കുന്നു. ഇവിടെ ആവർത്തിക്കുന്നു എന്നത് വർത്തമാനകാലത്തെ കുറിക്കുന്നു. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് വർത്തമാനകാലം. അപ്പോൾ മലയാളത്തിൽ 3 കാലങ്ങളാണുള്ളത്: ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം. കഴിഞ്ഞു പോയത് ഭൂതകാലം, വരാനുള്ളത് ഭാവികാലം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വർത്തമാനകാലം. ഭൂതകാല ക്രിയകൾ കളിച്ചു, ചിരിച്ചു, പഠിച്ചു, കഴിച്ചു, തിന്നു, ഓടി, ചാടി എന്നൊക്കെ. വർത്തമാനകാല ക്രിയകൾ എന്തൊക്കെയാണ്? എഴുതുന്നു, പഠിക്കുന്നു, കളിക്കുന്നു, ഓടുന്നു, ചാടുന്നു. ഭാവികാല ക്രിയകൾ വായിക്കും, പങ്കെടുക്കും, എഴുതും, പഠിക്കും, കളിക്കും. മനസ്സിലായോ? 3 കാലങ്ങൾ: ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം. കഴിഞ്ഞു പോയത് ഭൂതകാലം, നടന്നുകൊണ്ടിരിക്കുന്നത് വർത്തമാനകാലം, വരാനിരിക്കുന്നത് ഭാവികാലം. അടുത്തതൊരു നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാനാണ്. പാഠഭാഗത്ത് ഡോക്ടർ സലീം അലിയുടെ പക്ഷി നിരീക്ഷണത്തെക്കുറിച്ചുള്ളൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഒരു നിർദ്ദേശം, എങ്ങനെയാണ് പക്ഷികളെ നിരീക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പാഠഭാഗം നിങ്ങൾ വായിക്കുക. അതിനെ അടിസ്ഥാനപ്പെടുത്തിയൊരു ചോദ്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. എന്താണത്? പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന പക്ഷി നിരീക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ സലീം അലിയുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ വായിക്കുക. അവ കൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പക്ഷി നിരീക്ഷിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. പാവം കുരുവി അല്ലേ? അതിൻ്റെ ജീവൻ പോകുന്നത് വരയ്ക്കും
ആ കാട്ടുതീ കെടുത്താൻ വേണ്ടി തൻ്റെ കൊച്ചു ചുണ്ടിൽ ഒതുങ്ങുന്ന വെള്ളം കൊണ്ട് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. പരോപകാരത്തിൻ്റെ, സഹജീവി സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ഒക്കെ പ്രതീകമാണ് ആ കൊച്ചുകുരുവി. സങ്കടം തോന്നുന്നുണ്ടോ കുരുവിയുടെ കാര്യം ഓർത്തിട്ട്? അപ്പം നമ്മളും അങ്ങനെ ആവണം. നമ്മളെ കൊണ്ട് ചെയ്യാനാവുന്നത് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് ഉപകാരം? പരോപകാരം.